ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു പാവക്ക പച്ചടി, അതായത് കയ്പ്പക്ക പച്ചടി. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് പച്ചടി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഞാൻ ഒരു പാവയ്ക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കണമെങ്കിൽ ഇനിയും ചെറുതാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ സൈസിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ആക്കാൻ കേട്ടോ. കരിഞ്ഞ് പോകരുത്. ഒരു മീഡിയത്തിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റട്ടോ. എടുത്ത് മാറ്റി ഇനി നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പിന് വേണ്ടിയിട്ട് ഒരു 4 വലിയ ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്പ്പൊക്കെ എടുക്കുന്നതനുസരിച്ചിട്ട് വേണ്ട തേങ്ങ എടുക്കാൻ. തേങ്ങ എടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു 4 വെളുത്തുള്ളിയാണ് കേട്ടോ. ആ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം കേട്ടോ. ഞാൻ കടുക് തിരിച്ച് ചേർക്കുന്നില്ല. ഇനി ഒരു 3 പച്ചമുളക്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 1 or 2 ടേബിൾ സ്പൂൺ തൈര് വെച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല, ആ ഫ്രൈ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് നമ്മളിവിടെ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇട്ട് കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു 4 വലിയ ടേബിൾ സ്പൂണോളം തൈര് നല്ല കട്ടല്ലാതെ ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടോ നല്ല ഫൈനായിട്ട് ഇതാക്കിയിട്ട് കട്ടല്ലാതെ ലൂസാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ തീരെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ അരക്കണ സമയത്ത് ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് അതിനുശേഷം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ സ്ട്രേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് നമ്മൾ പാവയ്ക്ക വറുത്ത് വെച്ച എണ്ണയില്ലേ, അതിൽ തന്നെ കടുക് പൊട്ടിക്കുകയാണ്. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2-3 ഉണക്കമുളക് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുന്ന നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇതാ ഉള്ളി ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കറിവേപ്പില ഇട്ട് നടത്തിയിട്ടുണ്ട്. ചുവന്നുള്ളി ആഡ് ചെയ്യണവർക്ക് ആഡ് ചെയ്താൽ മതി. എനിക്ക് വെറുതെ കടുകും ഉണക്കമുളകും കറിവേപ്പിലും മാത്രം ഇട്ടാലും മതി കേട്ടോ. ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്ക പച്ചടിയിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വറവൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പാവയ്ക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക എന്ന് പറയും, കയ്പ്പയ്ക്ക എന്നും പറയും. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്. കയ്പ്പേ ഉണ്ടാവില്ല കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ ഒരു കുറുക്കത്തിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരുപാട് ലൂസായി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.